അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ അടുത്ത് ചില വ്ളോഗുകൾ കാണാനിടയായി. നമ്മുടെ ഹിച്ച് ഹൈക്ക് നൊമാഡ്, അതുപോലെ തന്നെ നാജി നൗഷി, ഇവരുടെയൊക്കെ ഇറാഖ് യാത്രയിലെ വീഡിയോകൾ കണ്ടപ്പോൾ ഇന്നത്തെ ഇറാഖിൻ്റെ ദാരിദ്ര്യം വളരെ കൃത്യമായി അവരതിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു കാലത്ത് എണ്ണപ്പണം കൊണ്ട് അതിസമ്പന്നായിരുന്ന ഒരു രാജ്യം ഇന്ന് കാണുന്ന ഈ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എങ്ങനെ എത്തി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഹിസ്റ്ററി ഹബ്ബിൽ ചർച്ച ചെയ്യുന്നത്. 2003 തുടങ്ങിയ ഏകദേശം ഒരു പതിറ്റാണ്ടോളം നീണ്ടു നിന്ന അമേരിക്കയുടെ ഇറാഖ് അധിനിവേശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇറാഖിനെ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1990 പതിറ്റാണ്ടുകളായി ഇറാഖിൽ ഭരണം നടത്തിയിരുന്ന സദ്ദാം ഹുസൈൻ ഭരണകൂടം കുവൈത്തിലേക്ക് അധിനിവേശം നടത്തണം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരങ്ങളും രൂപപ്പെടുകയുണ്ടായി. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യസേന കുവൈത്തിൽ വരികയും ഇറാഖിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗൾഫ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധം. ഈ യുദ്ധത്തിന് അവസാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധിയായ നടപടികൾ ഇറാഖി ഭരണകൂടത്തിനെതിരെ ഉണ്ടായി. UN രക്ഷാസമിതിയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെ 16ഓളം പ്രമേയങ്ങൾ ഉൾപ്പെടെ നിരവധിയായ നടപടികൾ ഇറാഖിനെതിരെ ഉണ്ടായി. 1998 അമേരിക്ക ഒരു പുതിയൊരു ആക്ട് കൊണ്ടുവന്നു, ഇറാഖ് ലിബറേഷൻ ആക്ട്. ഈ ആക്ടിലൂടെ ഇറാഖിൽ നിന്നും സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നത്, അല്ലെങ്കിൽ ഇറാഖിലേക്ക് അധിനിവേശം നടത്തുക എന്നത് അവരുടെ ഒരു വിദേശകാര്യ നയം കൂടിയായി മാറി. പിന്നീട് 2000 അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അവരുടെ പ്രചരണായുധമായി ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരെയുള്ള നടപടികളെ ഉയർത്തിക്കാട്ടുകയുണ്ടായി. അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജോർജ് W. ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നത്. 2001 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ആക്രമണം ഉണ്ടായത് ഇവരുടെ ഈ നടപടിയെ ഒന്നുകൂടി വേഗത്തിലാക്കി. ഈ ആക്രമണത്തിന് സൂത്രധാരനായിരുന്ന ഉസാമ ബിൻ ലാദനെ സദ്ദാം ഹുസൈൻ സംരക്ഷിക്കുന്നു എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ ആരോപണം. അതോടൊപ്പം സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് ലോകത്തിന് തന്നെ അപകടമാണെന്നായിരുന്നു ജോർജ് W. ബുഷ് ആരോപിച്ചത്. അവിടെ നിർമ്മിക്കുന്ന ജൈവരാസവായുധങ്ങൾ, ആണവായുധങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിന് ശക്തി പകരും എന്നുകൂടി ജോർജ് W. ബുഷ് ന്യായീകരിച്ചു. ഇറാഖ് അധിനിവേശത്തിന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ കൂടി അദ്ദേഹം തേടി. പക്ഷെ ഫ്രാൻസും ജർമ്മനിയും ഈ യുദ്ധത്തോടൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. റഷ്യയും ചൈനയും യുദ്ധത്തെ പൂർണ്ണമായും എതിർത്തു. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ അമേരിക്കൻ താല്പര്യത്തോട് പൂർണ്ണമായും ചേർന്ന് നിന്നു. അങ്ങനെയാണ് 2003 മാർച്ച് മാസം അമേരിക്ക ഇറാഖിലേക്ക് അധിനിവേശം നടത്തുന്നത്. അധിനിവേശം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ അവർ ഇല്ലാതാക്കി. തൻ്റെ മിഷൻ സക്സസ് ആയി എന്ന് ജോർജ് W. ബുഷ് പ്രഖ്യാപനം നടത്തി. പക്ഷേ സദ്ദാം ഹുസൈനെ മാത്രം അവർക്ക് പിടികൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് നടന്ന നിരന്തരമായ തിരച്ചിലുകൾക്കൊടുവിൽ സദ്ദാം ഹുസൈൻ്റെ ജന്മസ്ഥലമായ തിക്രീത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അവർ പിടികൂടുന്നത്. 2006 ഡിസംബർ 30 അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. 2003 മുതൽ തുടങ്ങി 2011 വരെ നീണ്ടുനിന്ന ഈ ഇറാഖ് അധിനിവേശം യഥാർത്ഥത്തിൽ എന്തായിരുന്നു അമേരിക്കക്കും ഇറാഖി ജനതക്കും സമ്മാനിച്ചത്? ഇറാഖി ജനതയുടെ വിമോചകരായാണ് ഞങ്ങൾ കടന്നു വരുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പലപ്പോഴായി പ്രഖ്യാപനം നടത്തിയെങ്കിലും 2003 മുതൽ 2011 വരെയുള്ള ഒരു പതിറ്റാണ്ട് കാലം, ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നീണ്ടുനിന്ന ഈ അധിനിവേശം ദുരിതപൂർണമായ ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാഖി ജനതയ്ക്ക് സമ്മാനിച്ചത്. അതിസമ്പന്നമായിരുന്ന ഒരു രാജ്യത്തെ പൂർണ്ണമായും തകർത്ത് ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റി എന്നതാണ് ഇറാഖ് അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി ആരോപണങ്ങളുമായിരുന്നു അമേരിക്ക ഇറാഖിലേക്ക് കടന്നു വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, സദ്ദാം ഹുസൈനോളം ശക്തിയുള്ള ഒരു നേതാവിന് പകരമായി ആ വിടവ് നികത്താൻ അമേരിക്കക്ക് മറ്റൊരു നേതാവിനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു വലിയൊരു പ്രശ്നം. 2011 അമേരിക്ക ഇറാഖിൽ നിന്നും പിൻവാങ്ങുമ്പോൾ പൂർണ്ണമായും അരക്ഷിതാവസ്ഥയിലായിരുന്നു ആ രാജ്യം ഉണ്ടായിരുന്നത്. തീവ്രവാദ സംഘടനകൾ ശക്തിപ്പെട്ട ഇറാഖിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ പിന്നീട് ആ ജനത അനുഭവിച്ചു. ഇന്നും അതിൽ നിന്ന് ഇറാഖ് പൂർണ്ണമായും കരകയറിയിട്ടില്ല. ഈ യുദ്ധം കൊണ്ട് എന്താണ് അമേരിക്ക നേടിയത് എന്ന് ചോദിക്കുമ്പോൾ സാമ്പത്തിക ലാഭമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും പൂർണ്ണമായ പരാജയമായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പരിണിത ഫലം. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാൽ തകർത്തെറിയപ്പെട്ട മറ്റൊരു രാജ്യം കൂടിയായി ഇറാഖ് മാറി.